സൈക്കോളജി ഫ്രട്ടേണിറ്റിയിലേക്കും ആളുകൾ എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ളതിനകത്ത് മലയാള സിനിമയ്ക്ക് നല്ല പങ്കുണ്ട്. ഇദ്ദേഹം ആത്മഹത്യ ചെയ്താൽ നിങ്ങളാണ് ഉത്തരവാദി. സിനിമയെ പരാമർശിക്കാമോ എന്ന് എനിക്കറിയില്ല, ഹൃദയപൂർവ്വമാണെന്ന് തോന്നുന്നു. അതിൽ ബേസിലിൻ്റെ ഒരു ക്യാരക്ടറിനകത്തും ഈ സൈക്കോളജിന് എന്തോ ജ്യോതിഷിയായിട്ടോ വേറെന്തോ ഒരു ഗിമ്മിക്സ് ഒക്കെ കാണിക്കുന്ന ഒരാളായിട്ടാണ് സിനിമാ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞ സെൻറ്റൻസിനെ തീർച്ചയായിട്ടും അവരേതെങ്കിലും ഒരു ഓളത്തിൽ അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം. ആ ഓളം വട്ടാണോ ഭ്രാന്താണോ എന്ന് ഞാൻ പറയുന്നില്ല. പണ്ട് വട്ട് എന്ന് പറഞ്ഞിരുന്ന സാധനം അല്ല ഡിപ്രഷൻ. മാനസികാരോഗ്യം കളിയാക്കേണ്ട വിഷയമല്ല. മാനസികാരോഗ്യം കരുതൽ നൽകേണ്ട വിഷയമാണ്. ഈ മൂഡ് സ്വിങ്സ്, മൂഡ് വേരിയേഷനൊക്കെ നമുക്ക് തമാശ പറഞ്ഞ് രസിക്കാവുന്ന വിഷയമല്ല. ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്വസ്ഥതയില്ല. അവർ വർഷങ്ങളായിട്ട് അവരുടെ മാനസിക പ്രശ്നം പരിഹരിച്ചോ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെൻ്റലിസ്റ്റുമായിട്ടാണ്. അപ്പോഴാണ് ഞാനിത് ഞെട്ടിപ്പോയി. അത് സാധാരണ കുടുംബങ്ങൾക്ക് മെൻ്റലിസ്റ്റ് മജീഷ്യൻ ആണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. കൗൺസിലിംഗ് എന്നുള്ള ടൈം കേട്ടത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു, ആ കൗൺസിലിംഗ് ഒന്നും പോകാൻ പറ്റില്ല, എൻ്റെ കൊച്ചിന് വട്ടൊന്നുമില്ല. പാട്ട് കേട്ടിട്ട് വിഷാദാവസ്ഥ മാറിയ ആരെയും ഞാൻ കണ്ടിട്ടില്ല. മുട്ടുവേദന അല്ലെങ്കിൽ വയറുവേദന, തലവേദന പോലെ തന്നെയാണ് മനസ്സിൻ്റെ വേദനയും. ഇപ്പം വിരാട് കോഹ്ലി നല്ല ഡിപ്രഷൻ അടിച്ചു. എന്താണ്, എനിക്കൊരു കഴിവില്ല, ഞാൻ 0-ന് ഔട്ടാകുന്നു, എനിക്ക് ഇന്ത്യൻ ടീമിനെ വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ട് പര്യടനത്തിലൊക്കെ സമയത്ത് ആൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ടു. സൈക്കോളജിസ്റ്റ് വിപിൻ റോൾഡൻ്റാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ, വിഷാദരോഗമുള്ള ആളുകൾക്ക് ഒരുപാട് സമയമുള്ളത് കൊണ്ടാണ് അവർക്ക് വിഷാദരോഗം വരുന്നതെന്നും അവർക്ക് ഡിപ്രഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കുറേ കാലം മുമ്പ് വട്ടെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിന് ഇപ്പോൾ പേര് മാറ്റി പറയുകയാണെന്നും ഒക്കെ ഒരു നടി ഈയിടെ പറയുകയുണ്ടായി. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനത് സത്യത്തിൽ എൻ്റെ പ്രാക്ടീസിനിടയ്ക്ക് എപ്പോഴുമാണ് റാൻഡമായിട്ട് ഈ കമൻറ്റ് കണ്ടത്. ഞാൻ പെട്ടെന്നൊന്ന് അത്ഭുതപ്പെട്ടു, എന്താണ് ഇവരിങ്ങനെ പറയുന്നത്? ഇനി അതൊരു നടനത്തിൻ്റെ ഭാഗമാണോ എന്നൊരു സംശയം അതിനുണ്ടാവും. രണ്ട് തലം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നി. ഒന്ന്, ഒരു പക്ഷേ അവർ കടന്നു വന്ന ചില പ്രശ്നങ്ങളെ അവർ അതിജീവിച്ചതിനെ കുറിച്ച് അവർ നോക്കുമ്പോൾ ഏതൊരു പ്രശ്നത്തെയും തനിക്ക് അതിജീവിക്കാൻ പറ്റും, അതിനെ വെറുതെ അതിൻ്റെ പേരിൽ ബാക്കി കാര്യങ്ങൾ മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു തലത്തിലാകാം ഒരു പക്ഷേ പറഞ്ഞത്. എനിക്ക് കോണ്ടെക്സ്റ്റ് എനിക്ക് പൂർണ്ണമായിട്ട് വ്യക്തമല്ല. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണ്ട് വട്ട് എന്ന് പറഞ്ഞിരുന്ന സാധനം അല്ല ഡിപ്രഷൻ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് വേറെയാണ്. ഒരു കാഷ്വൽ ലെവലിലേക്ക്, കൊളോക്കിയൽ ലെവലിലേക്ക് എന്ന് വെച്ചാൽ നാടൻ ഭാഷ പ്രയോഗിച്ചത് പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്തിനെക്കുറിച്ച്, മാനസികാരോഗ്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അവർക്കില്ലാതെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയോ, വട്ട് എന്ന പേരിൽ ഒരുപാട് ആളുകൾ തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ സപ്പോർട്ട് കിട്ടേണ്ടിയിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് പരിഹാരം തേടാൻ ശ്രമിക്കാതിരുന്ന ഒരു വലിയ കാലഘട്ടമുണ്ട്. അതിപ്പോഴും തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. ദീപിക പദുക്കോൺ തനിക്ക് ഉണ്ടായിരുന്നൊരു മാനസികമായ അസ്വസ്ഥത ഒരു വിഷാദത്തിൻ്റെ തലത്തിലൂടെ പോകുന്നു എന്നുള്ളത് ഹാപ്പി ന്യൂ ഇയർ സിനിമയുടെ ആ പശ്ചാത്തലത്തിൽ തിരിച്ചറിയുകയും അവർ സപ്പോർട്ട് എടുക്കുകയും പിന്നീട് അതവർ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളോട് പറയുകയും ദാറ്റ്സ് ഇറ്റ്. എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാനത് പരിഹരിക്കുകയും ചെയ്ത ധീരമായൊരു പ്രവൃത്തിക്ക് ശേഷം ഒരുപാട് പേര് മുമ്പോട്ട് വരികയും എനിക്ക് ഒരു വിഷാദത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു, എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു നാടാണ് ഒരു ഭാരതത്തിൽ നിന്നാണ് മറ്റൊരു നടി ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞ സെൻറ്റൻസിനെ തീർച്ചയായിട്ടും അവരേതെങ്കിലും ഒരു ഓളത്തിൽ അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം. ആ ഓളം വട്ടാണോ ഭ്രാന്താണോ എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു സംഭാഷണ മധ്യേ പറഞ്ഞതായിരിക്കും. ഞാൻ അതിനെക്കുറിച്ചല്ല. പക്ഷേ മാനസിക ആരോഗ്യം എന്താണെന്നും മാനസിക രോഗാവസ്ഥ എന്താണെന്നും ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം മുട്ടുവേദന അല്ലെങ്കിൽ വയറുവേദന, തലവേദന പോലെ തന്നെയാണ് മനസ്സിൻ്റെ വേദനയും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. അതിന് കൃത്യമായ രീതിയിൽ ഒരു ഗ്യാസ്ട്രോയിനെ കണ്ട് വയറിനൊരു ചികിത്സ ചേരുന്നുണ്ടെങ്കിൽ, നെഞ്ചിനൊരു വേദനയുണ്ടെങ്കിൽ നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് സപ്പോർട്ട് എടുക്കുന്ന പോലെ ഉണ്ടെങ്കിൽ, മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ സൈക്കോളജിസ്റ്റിനെയും മരുന്ന് ആവശ്യമെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയും കണ്ട് സപ്പോർട്ട് നേടുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണ്. അതിനെ നമ്മളിങ്ങനെ തള്ളിക്കളയേണ്ടതല്ല. മസിൽ പിടിച്ചാൽ മാറുന്നതല്ല മാനസിക അസ്വസ്ഥതകൾ. അതിന് തീർച്ചയായിട്ടും കെയർ ആവശ്യമുണ്ട്. അത് എല്ലാവർക്കും ആപ്ലിക്കബിളായ അല്ലെങ്കിൽ പ്രയോജനപ്രദമായ രീതിയിൽ തന്നെ സംവിധാനങ്ങൾ നമുക്ക് ഇന്നുണ്ട് താനും. ഇപ്പോൾ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഇതൊക്കെ കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ പോകുന്ന തരത്തിലുള്ള
ജീവിതം ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഒന്നടങ്കം ഒരു കളിയാക്കുന്നത് പോലെ ഈ പറഞ്ഞ ആളുടെ ഈ നടിയുടെ വാക്കുകളോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളോ ഇതൊക്കെ സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന രീതിയിൽ സംസാരിച്ച ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ഇതൊക്കെ ഇത്ര ലാഘവത്തോടെ കാണുമ്പോഴത്തേക്കും കൂടെയുള്ള ആളുകളെ നമ്മൾ കളിയാക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. ഇത് ഈ പറയുന്ന ആൾക്ക് ഇത് ഭയങ്കര രസമായിരിക്കും. അവർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പറയുന്നു. ചിലപ്പോൾ ഓഡിയൻസ് ചിരിക്കുന്നുണ്ടാവും. വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആവില്ല ഒരുപക്ഷെ ഈ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. ഒരാൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് ഭാവത്തിൽ നിന്നാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വിചാരിക്കുന്നു, അവരൊരു പക്ഷേ കടന്നു പോയിട്ടുള്ള ഏതെങ്കിലും പ്രതിസന്ധികളെ അവർ മറികടന്നത് കൊണ്ട് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും, ഇതിൻ്റെ പേരിൽ ബാക്കി കരിയർ നശിപ്പിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ലെവലോ പിന്നെ മറ്റെന്തെങ്കിലും എക്സ്ട്രാ കൈ നീട്ടതൊക്കെ ആവാം. കയ്യിൽ നിന്ന് പോയതാവാനാണ് സാധ്യത മിക്കവാറും. ഇൻഫ്ലുവൻസർക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ പൊതുവെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് കൈയടിക്കുമെങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ആൾക്കാർ ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പണ്ട് മുതലേ ഒന്ന് ആലോചിച്ച് നോക്കി, പലപ്പോഴും ഈ സൈക്യാട്രിസ്റ്റുകളും അല്ലെങ്കിൽ സൈക്കോളജി ഫ്രട്ടേണിറ്റിയിലേക്കും ആളുകൾ എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ളതിനകത്ത് നമുക്ക് ഇവരെ അങ്ങ് മാറ്റി നിർത്താം. മലയാള സിനിമയ്ക്ക് നല്ല പങ്കുണ്ട്. കാരണം മനസ്സിനെ സംബന്ധിച്ച ഏതൊരു കാര്യത്തെയും ഒരു കളിയാക്കലിൻ്റെ രീതിയിലേക്ക് വരുത്തിയത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോവുകയാണ്, അദ്ദേഹമാണ് എന്ന് പറയുന്ന ടോണും ഞാൻ എൻ്റെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോവുകയാണ് അല്ല ഞാൻ എൻ്റെ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുക എന്നുള്ള ടോണിൽ ആരെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവരവരുടെ സർജൻ്റെ കൂടെ ചിലപ്പോൾ എടുത്തുന്നിരിക്കും, എൻ്റെ കിഡ്നി മാറ്റി വെച്ച ആളിനോട് എടുത്തുന്നിരിക്കും. ഇത് വരുത്തി വെച്ചത് ആരാണ്? ഈ ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നത് സത്യത്തിൽ മലയാള സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാക്കാർ ഉടനെ എനിക്കെതിരെ ആക്രമിച്ച് വരുമായിരിക്കും, കുഴപ്പമില്ല, ഞാൻ മറുപടി പറഞ്ഞോളാം. ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ഇൻഡസ്ട്രിയിലുണ്ട്, ആക്ടേഴ്സായിട്ടും ഡയറക്ടേഴ്സായിട്ടും പ്രൊഡ്യൂസേഴ്സായിട്ടും. ഞാൻ അവരോടും പറയാറുണ്ട്, ഈ തമാശനാണ് ഈ പറയുന്നതെങ്കിലും അർഹമായ ചികിത്സയിലേക്ക് പോകേണ്ട ഒരാളെ താൻ കളിയാക്കപ്പെടുമോ, സമൂഹം അറിഞ്ഞാൽ മോശമല്ലേ, മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി സ്വമേധയാ തനിക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെ ഒരു കൗൺസിലിങ്ങിലേക്കോ ഒരു സൈക്കോളജി സപ്പോർട്ടിലേക്കോ എടുക്കാതെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്താൽ നിങ്ങളാണ് ഉത്തരവാദി. കാരണം ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് ചില്ലായിട്ട് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇതിങ്ങനെ മാറി നിർത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് പലപ്പോഴും ഓഡിയൻസിൻ്റെ ഒരു കയ്യടി ഏറ്റുവാങ്ങപ്പെടുന്ന തലത്തിലേക്ക് ആ ഒരു കോണ്ടെക്സിൽ ഞാനിപ്പോഴും ഇൻഫ്ലുവൻസറെയും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, അവരെയും ആക്ട്രസിനെയും കുറ്റപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ ആ കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞു പോയ ഒരു സംഭവത്തിൽ ആ ഓളത്തിൽ പറഞ്ഞു പോയതായിരിക്കും. ഇനി അതിനുശേഷം അതിന് മുൻപ് ചിലപ്പോൾ അവരെന്നെ വാല്യൂ ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ ചിലപ്പോൾ സന്ദർഭത്തിൽ നടത്തിയെടുത്തപ്പെട്ട് നമ്മൾ ആ വാക്കുകൾ ചിലപ്പോൾ വന്നതായിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും നമുക്കതിനകത്ത് നമ്മൾ അതിൽ നിന്നും അവരും മനസ്സിലാക്കേണ്ടത് നമ്മളും മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, മാനസികാരോഗ്യം കളിയാക്കേണ്ട വിഷയമല്ല. മാനസികാരോഗ്യം കരുതൽ നൽകേണ്ട വിഷയമാണ്. നമ്മൾ മാനസികാരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയും ചർച്ചകൾ വരുത്തിയ ഈ കമൻറ്റുകൾക്ക് ഉചിതമാണെങ്കിൽ അറിഞ്ഞോ അറിയാതെ അവർ ഉപകാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിൻ്റെ കാര്യത്തിൽ തമാശകളല്ല, ഉത്തരവാദിത്വപൂർണ്ണമായ സമീപനമാണ് വേണ്ടതെന്നുള്ള രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്താൽ ഒക്കെ മാറുന്നതാണ് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയെന്ന്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? ഒരു പാട്ട് കേട്ടാലും ഒരു ബുക്ക് വായിച്ചാലും ഒക്കെ മാറുന്ന ഒരു കാര്യമാണോ അത്? അല്ലല്ലോ. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 25 വർഷമായി. പാട്ട് കേട്ടിട്ട് വിഷാദാവസ്ഥ മാറിയ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പാട്ട് കേൾക്കുമ്പോൾ തല പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നാൽ ഇതിന് മറുവശമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലഘു മാനസിക അസ്വസ്ഥതകളൊക്കെ നമുക്ക് വല്ലാണ്ട് വർക്ക് നടത്തി ജോലി നടത്തി സ്ട്രെസ്ഫുള്ളായിട്ട് വരുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അൺനോൺ സ്ട്രെസ് ഉണ്ട്. അതായത് നമ്മളിപ്പം മീഡിയ ഫീൽഡ് വർക്ക് ചെയ്താലും ഏത് ഫീൽഡ് വർക്ക് ചെയ്താലും നമുക്ക് റെസ്റ്റ് വേണം. ആ റെസ്റ്റിന് വേണ്ടി നമുക്ക് സംഗീതം തീർച്ചയായിട്ടും നല്ലതാണ്. പാട്ട് കേട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. ചില ഓർഗനൈസേഷനിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ BGM ഒക്കെ ഇട്ടിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി വർദ്ധിക്കാനായിട്ട് അത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഇവിടെ പറയുന്ന ഡിപ്രഷൻ മാറാനായിട്ട് പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പറ്റില്ല. നാച്ചുറൽ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നടക്കുക, എക്സസൈസ് ചെയ്യുക, നല്ലൊരു ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ പാസ്സാക്കുക, നല്ലൊരു സംഗീതമൊക്കെ കേൾക്കുക. ഇങ്ങനെ വഴി നമുക്ക് ഒരു മാനസിക ആരോഗ്യത്തിൻ്റെ തലങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതല്ല. അതിനാദ്യം നമ്മൾ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്താണെന്ന് അറിയണം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു തുടർച്ചയായ ഒരു 2 ആഴ്ച കാലത്തോളം നമുക്കൊരു ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ് എന്ന് വെച്ചാൽ എനിക്കൊരു വിലയില്ലാത്ത ഒരവസ്ഥ.
ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ്. ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ എനിക്ക് ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇല്ലാത്ത പോലത്തെ ഒരു മൂഡ്. ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ്. മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, കയ്യിൽ ചിലപ്പം പല കാര്യങ്ങളും റിസോഴ്സ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് ഉണ്ടാവാം, പക്ഷേ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴും നമുക്ക് ജീവിതത്തിലൊരു പ്രതീക്ഷ കിട്ടുന്നില്ല, ഒരു ഹോപ്പ്ലെസ്നെസ്. ഈ ഒരു 3 അവസ്ഥയും ചേഞ്ചസ് ഇൻ അപ്പിറ്റൈറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് ഒന്നെങ്കിൽ തീരെ കുറഞ്ഞൊരവസ്ഥയിലേക്ക് വരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ചിലപ്പോൾ വിശപ്പ് കണ്ടമാനം കൂടി വരുന്നത്. എന്താ എനിക്ക് എത്ര കഴിച്ചിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല, മനസ്സ് ഒരു അസ്വസ്ഥമാകുന്നു, പോയി കൂടുതൽ കഴിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. ബിഞ്ച് ഈറ്റിംഗ് എന്നൊക്കെ പറയുന്ന അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഡിസോർഡേഴ്സിനെയൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ മെൻഷൻ ചെയ്യാം. അടുത്തൊരു കാറ്റഗറി എന്ന് വെച്ചാൽ ഈ ഒന്നെങ്കിൽ ഉറക്കം കൂടാം. ചേഞ്ചസ് ഇൻ മൂഡ്. മേ ബി ഈ എനിക്ക് ആ ആക്ട്രസിനെ അറിയില്ല, ഞാൻ അവരുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി അറിയില്ല. അവർ ഉദ്ദേശിക്കപ്പെടുന്ന ഈ വട്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്നൊക്കെ പറയുന്നത് ചേഞ്ചസ് ഇൻ മൂഡിനെ സംബന്ധിച്ച് രാവിലെ ഒരു മൂഡായിരിക്കും, 11 മണിയാകുമ്പോൾ വേറെ മൂഡായിരിക്കും, ഉച്ചയ്ക്ക് വേറെ മൂഡാവും, 4 മണിക്ക് വേറെ മൂഡ്, വൈകിട്ട് വേറെ മൂഡ്. ഈ മൂഡ് വേരിയേഷൻ തീർച്ചയായിട്ടും വരും. അപ്പം നമുക്ക് മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിൽ, അപ്പോൾ ഈ മൂഡ് സ്വിങ്സ്, മൂഡ് വേരിയേഷനെയൊക്കെ നമുക്ക് തമാശ പറഞ്ഞ് രസിക്കാവുന്ന വിഷയമല്ല, കളിയാക്കേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ മൂഡ് സ്വിങ്സും മൂഡ് വേരിയേഷൻസും ഒക്കെ വരുമ്പോഴത്തേക്കും ഈ മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അപ്പോൾ ഈ മൂഡ് വേരിയേഷൻസും ഈ കാര്യങ്ങളും എല്ലാം കൂടെ കടന്നു പോകുന്നൊരവസ്ഥയും, ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളും ഈ അവസ്ഥയും, ആ കൂടെ തന്നെ ജീവിച്ചിട്ടൊരു കാര്യമില്ല, ദർ ഇസ് നോ പോയിന്റ് ടു ലീവ്, ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആത്മഹത്യാ പ്രവണത ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഒക്കെ തോന്നുന്ന തരത്തിലേക്കൊക്കെ വരുന്നത് ഒരു 2 ആഴ്ചക്കാലം തുടർച്ചയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തികളോട് കടന്നു പോകുന്നു അനുമാനിക്കാം. ഈ ഒരു 2 ആഴ്ചക്കാലം നിൽക്കുന്നുണ്ടെങ്കിലാണ് മിനിമം നമുക്ക് നോക്കുക. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഇത് കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി കെയർ അർഹിക്കുന്ന, സപ്പോർട്ട് അർഹിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല കേട്ടോ. ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, സെലിബ്രിറ്റി ആണോ, അല്ലെങ്കിൽ നമുക്ക് സയൻറ്റിസ്റ്റ് ആണോ എന്നൊന്നുമില്ല. എല്ലാ കാറ്റഗറിയിലുള്ള ക്ലയൻസിനെ നമ്മൾ കാറ്റർ ചെയ്യുന്നുണ്ട്. മനുഷ്യനാണോ എന്ന് നോക്കിയാൽ മതി. മനുഷ്യനാണെങ്കിൽ മനസ്സിൽ ചാഞ്ചാട്ടങ്ങളുണ്ടാവും. നമുക്കത് പ്രോപ്പറായിട്ടുള്ള സൈക്കോതെറാപ്പിയിലൂടെ ഡീപ്പായി ആവശ്യമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബ്രെയിൻ കെമിക്കൽ ഇംബാലൻസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിനിലൂടെയൊക്കെ തന്നെ നമുക്ക് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, വളരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മാറ്ററാണ്. കൈകാര്യം ചെയ്യാതെ വരുമ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഓക്കെ സാർ നേരത്തെ പറഞ്ഞല്ലോ സിനിമ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ സിനിമ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ചില ആളുകൾ പറഞ്ഞാൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ ആളുകൾക്ക് ഈ മാനസികമായ അവസ്ഥയെ പറ്റിയിട്ട് അവെയർനെസ് ഇല്ലാത്ത ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താളവട്ടം പോലെയുള്ള സിനിമകളായാലും ചിലപ്പോഴെങ്കിലും ഇതാണ് ഈ അവസ്ഥ, അല്ലെങ്കിൽ ഇത് വന്ന ആൾ ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കുമോ ഇത്തരത്തിൽ അസുഖമുള്ള അവരെ ഡോക്ടറെ അടുത്ത് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കാത്ത പാകത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ താളവട്ടായിക്കോട്ടെ, മണിച്ചിത്രത്താഴായിക്കോട്ടെ, എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് സിനിമകളായിക്കോട്ടെ, മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് സിനിമകൾ വന്നേക്കുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയെ പരാമർശിക്കാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് ഹൃദയപൂർവ്വമാണെന്ന് തോന്നുന്നു. അതിൽ ബേസിലിൻ്റെ അദ്ദേഹം പരിചയക്കാരനാണ്. അദ്ദേഹം അഭിനയിച്ചൊരു ക്യാരക്ടറിനകത്തും ഈ സൈക്കോളജിസ്റ്റിന് എന്തോ ജ്യോതിഷിയായിട്ടോ വേറെന്തോ ഒരു ഗിമ്മിക്സ് ഒക്കെ കാണിക്കുന്ന ഒരാളായിട്ടാണ് സിനിമാ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. സത്യൻ സാറ് എൻ്റെ ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള ആളും എൻ്റെ ആർട്ടിക്കിൾസൊക്കെ വായിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ അദ്ദേഹം ഇൻ്റർവ്യൂ കാണുമെന്ന് ഞാൻ കരുതുന്നു. സൈക്കോളജിസ്റ്റിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സിനിമയ്ക്ക് അത് നല്ലതായിരിക്കും. പക്ഷേ സൈക്കോളജിസ്റ്റ് ഒരു കോമാളിയായിട്ടോ സൈക്കാട്രിസ്റ്റിന് ഒരു കോമഡി ആർട്ടിസ്റ്റൊക്കെ ആയിട്ടോ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സംഭവിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു സപ്പോർട്ട് എടുക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു അനീതിയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളെ കെയർ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ. മനസ്സിനെ കാവലാളാണ്, മനസ്സിൻ്റെ സുഹൃത്താണ് ബേസിക്കലി. ഇതിപ്പോൾ സിനിമകളിലൂടെ വന്ന പല ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴേക്കും ആ കടുത്ത മാനസിക പ്രശ്നങ്ങൾ ആണ്, അല്ലെ ആ കാറ്റഗറിയിൽ എന്നെയും പെടുത്തും എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നു. അത് പാടില്ല, അത് വേണ്ട. എനിക്കൊരു സന്തോഷം പോയാൽ, ചിരിക്കാൻ പറ്റാണ്ടായാൽ, എന്നെ അസ്വസ്ഥപ്പെടുന്ന എന്ത് ഘടകങ്ങളുണ്ടെങ്കിലും എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ സൈക്കോളജിസ്റ്റിനെ, എൻ്റെ മനസ്സിൻ്റെ സുഹൃത്തിനെ എപ്പോഴാണ് വന്ന് കാണാൻ പറ്റുക? ഇങ്ങനെ തന്നെ ലൈവായിട്ട് വന്ന് കണ്ട് സന്തോഷമായിട്ട് പിരിഞ്ഞു പോകാവുന്ന തരത്തിലേക്ക് അത്ര സിമ്പിളാണ്, ലഘുവാണ് മനഃശാസ്ത്ര മേഖല എന്നുള്ളതാണ് സമൂഹം അറിയേണ്ടത്. ഡോക്ടർ, നമ്മളിപ്പം
ഇപ്പം എനിക്കൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ പാരൻസിനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകളോടോ പറയുമ്പോൾ അവരുടനെ ചോദിക്കുന്നത്, ഞങ്ങളും ഈ ഒരു പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, ഞങ്ങൾക്കാർക്കും ഞങ്ങളിതൊക്കെ തരണം ചെയ്ത് വന്നതല്ലേ, നിനക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാറുണ്ട് പൊതുവെ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റി ആളുകളെ മനസ്സിലാക്കാൻ തക്കവണ്ണം ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു കേസ് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നല്ല, 1000 കേസസ് ഉണ്ട്. പലപ്പോഴും ഇപ്പം ഞാൻ ഈ ഒരു മാറ്ററിൽ ആദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്ത് ഞാൻ കേസിലേക്ക് വരാം. ഈ അടി കിട്ടാത്തത് എൻ്റെ സ്വഭാവമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിലൊരു ഭീതിയാണ്, ഇതെങ്ങാനും പുറത്തിറങ്ങിയാലോ സമൂഹം എന്ത് വിചാരിക്കും. ഈ സമൂഹം എന്ന് പറഞ്ഞ ആൾക്കാർ മൊത്തത്തിൽ മാനസികമായിട്ട് ഡൗൺ ആയി നിൽക്കുന്നവരാണ്. അവരെ എനിക്ക് ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്താൽ പറ്റിയിരുന്നെങ്കിൽ, പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. മലയാളിയുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താണ്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും. സത്യത്തിൽ നമ്മൾ പറയും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ അഗ്നി കുടീരം അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്, അഗ്നി കുടീരം അഗ്നികോളം എന്ത് വാക്കാനുള്ള കുഴപ്പമില്ല. ഇത് കൊണ്ടു നടന്ന് അവശരായി വയ്യാണ്ടാകുമ്പോൾ എനിക്ക് ആരെങ്കിലും കണ്ടേ പറ്റൂ എന്ന അവസ്ഥ വരുമ്പോഴല്ല സത്യത വരേണ്ടത്. പക്ഷേ പലപ്പോഴും വരുന്നത് അങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് കണ്ടുപോയൊരു ഫാമിലി മാറ്ററിൽ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ 5-6 വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു ഫാമിലി യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദമൊക്കെ പോയി നിൽക്കുകയാണ്, ഇത് ഇനീഷ്യൽ ഫേസിൽ വന്നതാണ്, പക്ഷെ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങളൊരു പ്രോപ്പറായ സപ്പോർട്ട് എടുക്കാൻ വൈകിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിലൊരാൾ പറയും, സാറേ ഞാനത് ശരിക്കും ഫാമിലി കൗൺസിലിംഗ് കൂടി തീർക്കാവുന്ന സിമ്പിൾ കാര്യമുള്ളൂ. കൗൺസിലിംഗ് എന്നുള്ള ടൈം കേട്ടത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു, കൗൺസിലിംഗ് ഒന്നും പോകാൻ പറ്റില്ല, എൻ്റെ കൊച്ചിന് വട്ടൊന്നുമില്ല, എൻ്റെ കൊച്ചിന് ഭ്രാന്തൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വട്ടും ഭ്രാന്തുമായിട്ട് ബന്ധമില്ലല്ലോ. എന്ത് ചെയ്യാനാ സാറേ, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ അവരുടെ നാട്ടിലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്, കൗൺസിലിങ്ങിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുള്ളവർ പോകുന്ന സംഭവമാണ്. ഇതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ സമൂഹത്തിനുണ്ട്, ചിലപ്പോൾ ചില എഴുത്തുകൾക്കുണ്ട്. സിനിമക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ പിണങ്ങരുത്, സിനിമയ്ക്ക് മാത്രം എന്നുള്ളതല്ല, പക്ഷേ സിനിമയൊക്കെ വലിയ ശക്തമായ മാധ്യമമായതുകൊണ്ട് കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ചില പ്രൊഫഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു ക്യാൻസർ സർജനെ അവരങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വകുപ്പിലേക്ക് ചിന്തിപ്പിച്ചത് സൊസൈറ്റിയെ മുഴുവൻ ചിന്തിപ്പിക്കുന്ന തരത്തിൽ എന്തിനാണോ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, സിനിമകൾക്കാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. ഇവർ നോക്കിയപ്പോഴത്തേക്കും സാറേ അവർ മെൻഷൻ ചെയ്തും നമ്മളൊക്കെ പല സിനിമകളൊക്കെ കാണുന്നല്ലേ, അല്ലെങ്കിൽ നമുക്കിതിനെ വളരെ കളിയാക്കിയാണ് പറയുക പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അർഹമായ ഒരു സർവീസ് തന്നെ എടുക്കാനായിട്ട് വരാൻ വൈകി. പക്ഷേ ഞങ്ങൾ 1-2 സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? പണ്ടേ വരേണ്ടതായിരുന്നു സാർ, എന്തൊരു ആശ്വാസമുണ്ട്. നമ്മുടെ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാനായിട്ട് പറ്റിയപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി. നമ്മുടെ ഈ സമൂഹത്തിലേക്ക് സന്തോഷമുള്ളൊരു കുടുംബത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിലാണ് ഞങ്ങളുടെ സന്തോഷം. സർ, നമ്മൾ ഈ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് വരുന്ന പീരിയഡ്സ് ആവുന്ന സമയത്തൊക്കെയാണ്. അതല്ലാതെ മൂഡ് സ്വിങ്സിന് അതിനെ ഈ പറയുന്ന പോലെ ലാഘവത്തോടെ അല്ലാതെ കാണുന്ന എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കി തരാൻ പറ്റുക? നമുക്ക് ആദ്യം മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മൂഡ് സ്വിങ് എന്ന് പറയപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ നോർമലാണ്, കോമൺ ആണ്, അത് മനുഷ്യരിലുണ്ടാവും. സ്ത്രീകളിൽ ഒരല്പം കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അത് കളിയാക്കേണ്ട വിഷയമല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകളെ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PMS, പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം, അഥവാ പീരിയഡ്സിന് ഒരാഴ്ച മുമ്പ് ഒട്ടുമിക്ക സ്ത്രീകളും അവർ വല്ലാത്ത മാനസിക അസ്വസ്ഥതയോടെയാണ് കടന്നു പോവുക. ഈ സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഒരു PMSന് വേണ്ടി തന്നെ ട്രൈ ചെയ്യുന്നത് വെച്ചാൽ അവർ ഒരു കൺസൾട്ടേഷൻ വന്നതാണ്. അപ്പോൾ ഇവർ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പീരിയഡ്സിന് മുമ്പുള്ള സമയങ്ങളിൽ ഞാൻ എന്താ പറയണമെന്നുള്ളത് ചേട്ടൻ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ ഇറക്കി വിട്ടേക്കണം, ഒന്നും ഞാനല്ല പറയുന്നത്, എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വന്നു പോകുന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, നീ എത്ര വേണമെങ്കിലും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനിത് പോവാം. സാറേ, ഞാൻ ആ സമയങ്ങളിൽ ഞാൻ കണ്ടമാനം, ശരിക്കും പറഞ്ഞാൽ അബ്യൂസീവ് വേർഡ്സ്, ചീത്ത തെറിയും വരെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതെല്ലാം കേൾക്കാറുണ്ട്. ചിലപ്പം വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ട് ഞാൻ നന്നായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിക്കഴിയുമ്പോൾ ഞാൻ മടുക്കും. അപ്പം ഞാൻ പോയി കിടക്കും, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇദ്ദേഹം പതിയെ വന്ന് ഞാൻ ഉറങ്ങിയോ എന്ന് നോക്കി പുതപ്പിക്കും സാർ. ഫാനൊക്കെ ഇട്ടിട്ടില്ലേ, ഫാനിടും. ഇനി ഫാനല്ല AC ആണെങ്കിൽ ഒക്കെ ഇട്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു പോകുന്ന ഈ മനുഷ്യനെയാണ് ഞാൻ പലപ്പോഴും ദേഷ്യപ്പെടുന്നതും വഴക്കുമാണ്. അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അല്ല സാറേ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല. അല്ല സാറേ, അവൾ മനഃപൂർവ്വമല്ലോ, അവൾ പാവാണ്,
ഇതാണ് കേട്ടൊരു പോയിന്റ്. സത്യത്തിൽ എല്ലാ പുരുഷനും എല്ലാ സ്ത്രീയും നമുക്ക് വേറെ പല പല ഡിസോർഡേഴ്സും അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും മനുഷ്യരാണ്, അടിസ്ഥാനപരമായിട്ട് എല്ലാവരും നല്ലവരുമാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഇതൊക്കെ എൻ്റെ അടുത്തല്ലേ സാർ ഇത് പറയാൻ പറ്റൂ, അവൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ സാറേ. അപ്പോൾ ആൾ പറഞ്ഞൊരു പോയിന്റ് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പോയിൻ്റാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കണം. സാറേ, പുരുഷന്മാർക്ക് പീരിയഡ്സ് ഒന്നുമില്ല. സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുമ്പോൾ എല്ലാ മാസവും വരുന്നു. അത് ചിലർക്ക് റെഗുലറാണ്, ഇറഗുലറാണ്. അപ്പോൾ ഞാനും അവരോട് രണ്ടുപേരെ എടുത്തിട്ട് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥയിൽ മൂഡ് സ്വിങ്സ് കൂടുതലാണെന്ന് പറയുമ്പോഴേക്കും പുരുഷനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലേക്കുള്ള വൈകാരികമായിട്ടുള്ള പല തലങ്ങൾ സ്ത്രീകൾക്ക് വരാൻ കാരണം ഒരേ സമയം അവർക്ക് മൾട്ടിപ്പിൾ റോൾ വരുന്നുണ്ട്. ഒരു അമ്മയുടെ തലത്തിലേക്ക് പിതാവും മാതാവും ഒരു കുഞ്ഞിൻ്റെ ജനനത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിർണായകമായ ശക്തിയാണെങ്കിലും പുരുഷനെ സംബന്ധിച്ച് അതിനകത്ത് വൈകാരികമായ സപ്പോർട്ട് കൊടുക്കപ്പെടുന്നത് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ റോളുണ്ട്, പറ്റേണൽ റോൾ, പിതാവിൻ്റെതായ റോൾ. പക്ഷേ കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിക്കുന്നത് സ്ത്രീയാണ്. ഓരോ മാസവും കുഞ്ഞ് വളർന്നു വരുന്നതനുസരിച്ചിട്ട് ഈ സ്ത്രീക്കാണ് വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ എല്ലാ മൂഡ് സ്വിങ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവമല്ല, മറിച്ച് ബ്രെയിനാണ്. നമ്മളൊരുപക്ഷെ ഈ ചർച്ചയിൽ ആദ്യമേ തന്നെ സൂചിപ്പിക്കേണ്ടിരുന്ന പോയിൻ്റാണ്, ഈ വൈകാരികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ വരുന്നതിനകത്ത് കെമിക്കൽ ചേഞ്ചസ് ഓഫ് ദി ബ്രെയിൻ, അത് ഡോപ്പമിനും സെറട്ടോണിനും അങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസിൻ്റെ അതിൻ്റെ ഏറ്റക്കുറവുകൾ അനുസരിച്ചിട്ട് സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ മാറി മറിഞ്ഞു പോകും. ഇത് പുരുഷനും ഉണ്ട്, സ്ത്രീക്കും ഉണ്ട്. പക്ഷേ സ്ത്രീക്ക് കുറച്ചുകൂടെ ഈ വൈകാരികമായിട്ടുള്ള അപക്വതകളോ അസന്തുലിതാവസ്ഥകളോ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാളുകൾ അത് അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ്? പുരുഷനും അറിഞ്ഞിരിക്കണം, സ്ത്രീയും അറിഞ്ഞിരിക്കണം. പേഴ്സണാലിറ്റി ഇതിനകത്ത് വലിയ കാര്യമാണ്. അപ്പോൾ വ്യക്തിത്വത്തിനകത്ത് നമ്മൾ എങ്ങനെ വളർന്നു, ഏത് സാഹചര്യങ്ങൾ വളർന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൈക്കോളജിയിൽ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ പറയുന്നത്, ഒന്ന് നേച്ചറും നർച്ചറുമാണ്. നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഒരു എന്താണ്, എന്നെപ്പോലെ അല്ല മറ്റൊരാൾ. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായ തലങ്ങളുള്ളതുകൊണ്ട് ആ വ്യക്തിത്വത്തിൻ്റെതായ ചില പ്രത്യേകതകൾ അതിനുണ്ട്. നർച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ വളർന്നു. അപ്പോൾ നമ്മൾ ചില സിനിമയിൽ പറയാനുണ്ടോ, ആളുടെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്ന ചില ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവങ്ങൾ, മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ സ്വഭാവം, ഇങ്ങനെ പാരമ്പര്യ ഘടകങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഏതൊരു വലിയ പ്രശ്നത്തെയും ശാന്തമായിട്ട് നേരിടുന്ന അച്ഛനെയും അമ്മയും ഗ്രാൻഡ് പേരൻസിനെയും കണ്ടു വളരുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് തന്നാലും, ഒരു പുരുഷൻ വിവാഹം കഴിച്ചാലും അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും അവൻ പക്വതയോടെ ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇതിനെല്ലാം കെമിക്കലിൻ്റെ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കോച്ചിങ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു പേരൻറ്റിങ്, വളർത്തു ദോഷം ഇല്ലാത്ത തരത്തിലേക്ക് വളർന്നു വന്ന കുട്ടിയും ചില സമയങ്ങളിൽ പീരിയഡ്സിൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ്, എന്ത് പോസിറ്റീവായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ആൾ, എനിക്കിപ്പോൾ പറ്റുന്നില്ല എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർന്നു വന്ന സാഹചര്യങ്ങൾ മാത്രമല്ല, ഈ തലച്ചോറിലെ കെമിക്കൽ വേരിയേഷൻസും ഉണ്ട്. പിന്നെ വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങൾ, അതായത് അദ്ദേഹം ഏത് തരത്തിലാണ് ഇതിനെ ഓരോ വഴക്കിനെയും ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പരാജയം വന്നാൽ ഒരാളതിനെ കൂളായിട്ട് കൈകാര്യം ചെയ്യും, മറ്റൊരാളതിനെ ഇനി എനിക്ക് ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, ഞാൻ തോറ്റു, ഞാൻ നാണം കെട്ടു, നശിച്ചു, ഈ രീതിയിലേക്ക് കാണും. ഈ ചിന്തകളിലുള്ള മാറ്റങ്ങൾ വരുത്തി ഈ വൈകാരികപരമായിട്ടുള്ള അവരുടെ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമുക്ക് വൈകാരികമായിട്ടുള്ള പക്വത ആർജിക്കപ്പെടാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസവും നമുക്ക് മറ്റ് പരിശീലനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ ഈ ആർജിക്കാൻ പറ്റാതെ പോകുന്നയാൾ, അയാൾ എന്ത് ക്വാളിഫിക്കേഷൻ അക്കാഡമിക് ലെവലിൽ വിദ്യാഭ്യാസപരമായി ഉണ്ടാക്കിയാലും അദ്ദേഹത്തിൻ്റെ സംസാരം, പെരുമാറ്റം, രീതികൾ തുടങ്ങിയവയെല്ലാം നമ്മൾ കുറച്ചുകൂടെ പോളിഷ് ചെയ്യപ്പെടേണ്ടവയോ അല്ലെങ്കിൽ പരിശീലിക്കപ്പെടേണ്ടവയോ ആണ് എന്നതും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം തലച്ചോറിന് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വാക്കിൻ്റെയും എൻ്റെ പ്രവൃത്തിയുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ് എന്നതിൽ തലച്ചോറിന് ഒരു റോളുണ്ട്. പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും വൈകാരികമായ അപക്വതകൾ തീർച്ചയായിട്ടും വരും. അവ എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം, എൻ്റെ രീതികൾ അല്പം കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ മൂഡ് ചില കാലഘട്ടങ്ങളിൽ, ചില സമയങ്ങളിൽ ഇങ്ങനെ വരാറുണ്ട്. അതിൻ്റെ മേൽ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന തരത്തിലേക്ക് സ്ത്രീയും പുരുഷനും ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവർക്ക് സത്യത്തിൽ അവരുടെ മനസ്സിൻ്റെ ഈ താളപ്പിഴകൾ, രീതികളിലുള്ള വ്യത്യാസങ്ങളെ അവർക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും നമുക്ക് ഒരൊറ്റ അച്ചുതണ്ടിൽ കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും പുരുഷനും സ്ത്രീക്കും വൈകാരികമായിട്ടുള്ള അപക്വതകളും അപജയങ്ങളും വരുന്നത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. മാൻ ഈസ് ആൻ ഇമോഷണൽ ആനിമൽ. അതുപോലെ തന്നെ ഈ ആങ്സൈറ്റി ആയാലും ഓവർ തിങ്കിങ് ആയാലും ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മാനസിക തലത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ഒരു പെൺകുട്ടി ഒരു വിദേശത്തു നിന്ന് ഒരു കൺസൾട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്.
അമിതമായ ഉത്കണ്ഠയാണ് അവർ പ്രശ്നം. ഉത്കണ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴേക്കും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അവരുടെ ബന്ധം വേർപ്പെടുത്തി പോകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ അത്രമാത്രം എൻ്റെ ജീവിതം കൊടുത്തതാണ്, എൻ്റെ ലൈഫ് അവന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്തതാണ്. ഞാൻ വേറൊരു പുരുഷനെ പോലും എൻ്റെ മനസ്സിലേക്കില്ല, എനിക്ക് ഇവനില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവൻ പതിയെ ബന്ധം വേർപ്പെടുത്തി പോകാനുള്ള തലങ്ങളിലേക്ക് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ ഇടിയും കടിയും മാന്തും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവൻ തൂക്കിയെറിയുന്നു, ഇവൻ തിരിച്ചടിക്കുന്നു. കാരണം എന്താണ്? ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. ഇത് വളരെ സിവിയറായിട്ട് വരികയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രമേലൊരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആശ്രയത്വം ഈ വ്യക്തിയിലേക്ക് വെച്ചുകൊണ്ട് ചിന്തിച്ചു. ഇത് ഓൾറെഡി ആൾ പറഞ്ഞു എനിക്ക് പണ്ട് മുതലേ ഉത്കണ്ഠയുണ്ട്, അപ്പോൾ ഞാൻ എന്തിനേയും കൂടുതലായിട്ട് ചിന്തിക്കും സാറേ. ഈ കൂടുതലായിട്ട് ചിന്തിച്ച് എനിക്ക് തന്നെ ഒരു ചിന്ത വന്നു, ഇവൻ എന്നോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ, ഇവൻ എന്നെ ഇട്ടിട്ട് പോവുമോ? അങ്ങനെയാണെങ്കിൽ രണ്ട് ചിന്ത വന്നു. എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല, അതൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് പഠിച്ചതാണ്, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു ചിന്തയും വന്നു. അതേ സമയത്തിന് അവർ മാറ്റി പറയുന്നുണ്ട്, സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു, എനിക്കെൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഈ ഒരു സംഭവങ്ങളാണ് ഓവർ തിങ്കിങ്ങിൻ്റെ പരിധിയിൽ വരുന്നത്. പലപ്പോഴും നമുക്ക് തന്നെ എനിക്കിങ്ങനെ ചിന്തിക്കണ്ട. ഇപ്പം എത്രയോ സ്ത്രീകളല്ല പുരുഷന്മാർ പറയാറുണ്ട്, ഈ സാറിനറിയാലോ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്വസ്ഥതയില്ല, എനിക്കിത് വേണ്ട. പക്ഷേ ഈ ചിന്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഉത്കണ്ഠ രോഗത്തിൻ്റെ ഒരു ഭാഗമാകാം. ചിലർക്കെങ്കിലും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ ഒബ്സഷൻ, അപ്പം ചില കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് അതില്ലാതെ പറ്റില്ല. ആ ചിന്തകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തുടർച്ചയായി കൈ കഴുകുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കമ്പൾസീവ് ആക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഇല്ല, എന്തോ അഴുക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് കൈ കഴുകണം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ തലച്ചോറിലുണ്ടാകുന്ന ഈ കെമിക്കൽ ഇംബാലൻസസ് മൂലമാണ് ഈ OCD പോലെയുള്ള അസുഖങ്ങൾ. ആൻസൈറ്റി, ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ട്. അത് നമുക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, അസ്വസ്ഥത നമുക്ക് നിലനിർത്താൻ പറ്റാത്ത രീതിയിലേക്ക്. ഇപ്പോൾ ഭർത്താവ് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഭാര്യ ഒരു ജോലി സ്ഥലത്തേക്ക് പോയി, ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഫോൺ വിളിക്കും ഭർത്താവ്. റോഡിലേക്ക് എത്തി, റോഡിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നവരെ കുറച്ച് ദൂരമുണ്ട്, എത്തിക്കഴിയുമ്പോഴേ ബസ് സ്റ്റോപ്പിലെത്തിയോ, ഓക്കെ. ബസ്സിൽ കയറുന്നതിന് മുമ്പ് വിളിക്കും, ബസ്സിൽ കയറിക്കഴിഞ്ഞ് വിളിക്കും, കയറിക്കഴിഞ്ഞിരുന്ന് വിളിക്കും. ഒരു വിവാഹം കഴിച്ച് വന്ന ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൽ ഇത്രമാത്രം കോൾ വന്നപ്പോഴേക്കും ആദ്യമൊക്കെ കെയർ ആണെന്ന് തോന്നി. പിന്നീട് ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഇരുന്നോ, ദെൻ ഒരു 25 കോള്. അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മാറ്ററിൻ്റെ അടുത്ത് വരേണ്ടി വന്ന സാഹചര്യം വന്നപ്പോഴേക്കും ഇത് ഞാൻ പറഞ്ഞു, ഇത് കെയർ അല്ല, ആൻസൈറ്റിയാണ്. കാരണം എന്താ, ഈ ഭർത്താവിൻ്റെ അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉത്കണ്ഠ രോഗവും ലേൺഡ് ബിഹേവിയറായിട്ട്, അതായത് പഠിച്ച ഒരു ബിഹേവിയറായിട്ട് മാറിപ്പോവാം. ആശാൻ്റെ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ അമ്മയുടെ ഉത്കണ്ഠ മകനിൽ വന്നു, മകൻ്റെ ഉത്കണ്ഠ ഈ ഭാര്യയിലേക്ക് എത്തി, ഭാര്യയുടെ ഉത്കണ്ഠ എന്ത് ചെയ്യും, അവരെവിടെ ജോലി ചെയ്യുന്നോ ആ ചുറ്റുവട്ടങ്ങളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉള്ള അസ്വസ്ഥതകളൊക്കെയും കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള സങ്കേതങ്ങളിലൂടെ നമുക്ക് ബാലൻസ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നുമല്ലാതെ കോമൺ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞൊരു സാധനം മിക്കവാറും ആളുകൾക്കുണ്ട്. ഇതിനെയാണ് നമുക്ക് ചെറിയ ലഘു മെഡിറ്റേഷൻസ് വഴിയും മൈൻഡ്ഫുൾനെസ് എക്സസൈസ് വഴിയും ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, അതായത് ഇന്നിൽ ജീവിക്കുന്നതിലൂടെ, ഇന്നത്തെ സന്തോഷത്തിലൂടെ പോസിറ്റീവായിട്ട് കടന്നു പോകുന്നതിലൂടെ, വായനയിലൂടെ, ചെറിയ ചിത്രരചനയിലൂടെ, വീട്ടിലെ ചില കാര്യങ്ങളെ. ഇപ്പം മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ല, മറിച്ച് ഞാൻ കഴിക്കുന്നത് എന്താണ്, ഓക്കെ അപ്പമാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വെജിറ്റബിൾ കറിയാണ്, ഈ കറിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരിക്കും, ഓക്കെ ഞങ്ങൾ അങ്ങനെ സ്ലോ മോഷനിൽ കഴിക്കണമെന്നല്ല, അങ്ങനെയല്ല. ഭക്ഷണത്തെ ആദരവോടുകൂടി കഴിച്ചാൽ ഇത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയി. ഡിപ്രഷൻ ആണെങ്കിലും അതുപോലെ ഓവർ തിങ്കിങ്, എന്തായാലും ബൈപ്പോളർ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തുന്ന ധാരാളം ആളുകളുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. അപ്പം ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം ജോലിയും എല്ലാം കാര്യങ്ങളും കൊണ്ട് സെറ്റിൽഡ് ആണെങ്കിൽ പോലും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് ചിലപ്പം തോന്നാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ ഒരു? ഏത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, തീർച്ചയായിട്ടും അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത് എല്ലാം അതേപടി ശരിയെന്ന് പറയുന്നതിനപ്പുറത്ത് നമ്മുടെ സ്വാഭാവികമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നതിന് പകരം തള്ളേണ്ടത് തള്ളിക്കളയുകയും നമുക്ക് എടുക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ, തീർച്ചയായിട്ടും ഇവരൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സ്വാഭാവികമായൊരു ബുദ്ധി വേണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഈ റീൽസിൻ്റെ പിന്നാലെ പോകുമ്പോഴേക്കും ഓൾറെഡി അത് നമ്മുടെ മെമ്മറി അറ്റൻഷനും ബാധിക്കുകയും ചെയ്യും. നമുക്ക് കണ്ടമാനം റീൽസ് ഫോളോ ചെയ്യുന്ന ആളുകളിലേക്ക് ഡിപ്രഷൻ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യുവാക്കളും യുവതികളിലേക്കും അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ താൻ എന്താണെന്ന് തിരിച്ചറിയാതെ, സെൽഫ് ലവ് നഷ്ടപ്പെട്ട് തൻ്റെ ഒരു വ്യക്തിത്വത്തിൽ
എനിക്ക് ഈ ലോകത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സംഭാവനകൾ ചെയ്യാനുണ്ടെന്ന് തിരിച്ചറിയാതെ പലപ്പോഴും നിസ്സാര പ്രശ്നം വരുമ്പോഴേക്കും എന്നോട് ആ ചോദ്യത്തിലേക്ക് ഞാൻ കറങ്ങി തിരിഞ്ഞപ്പോഴായിരിക്കും എത്തുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ സെക്ടറിലൂടെ വരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നിരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഇയാൾക്ക് ആദ്യം സംഭവിക്കാൻ പോകുന്നത് പതിയെ ഇത് നമ്മുടെ ശ്രദ്ധ പുലർത്താനുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. വിദ്യാർത്ഥികളാണ് കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവർക്ക് പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്നത്. കാരണം എന്താണ്, പഠനം എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഹയർ മെൻ്റൽ എബിലിറ്റി വേണ്ട കാര്യമാണ്. റീൽസ് ഫ്യൂ സെക്കൻഡ്സ് ഉള്ളൂ. ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഒരു ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കാനായിട്ട് പറ്റുക? പെട്ടെന്ന് കിട്ടണം. അങ്ങനെ പെട്ടെന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ കുട്ടികൾ തന്നെ അവർ റീൽസിലേക്ക് ഫുള്ളി ഫോക്കസ് ചെയ്ത് പിന്നെ അക്കാഡമിക്സ് നോക്കുമ്പോഴേക്കും ഇതൊന്നും പറ്റാണ്ടാകുമ്പോഴേക്കും ക്ലാസ്സിലുള്ള പല കുട്ടികളും മുന്നേറുന്നു, ഇവർക്ക് മുന്നേറാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്കായിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി ഒരു വഴക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിളായിട്ട്, അതായത് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. വഴക്ക് പറഞ്ഞോട്ടെ, നഷ്ടങ്ങൾ സംഭവിച്ചോട്ടെ, വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടോട്ടെ. നമുക്കറിയാലോ പല ദുരന്തങ്ങളിലും ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന കേസുകൾ വലുമുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിലൂടെയോ റീൽസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് അവർക്കെല്ലാം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഒന്നിനെ ഫേസ് ചെയ്യാനുള്ള കട്ടിയില്ലാത്തൊരു മനസ്സോടുകൂടി വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ വരുമ്പോൾ അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ വഴക്ക് പറഞ്ഞാലോ, ടി വി കാണണ്ടെന്ന് പറഞ്ഞാലോ, മൊബൈൽ ഫോൺ മേടിച്ച് വെച്ചാലോ ഒക്കെ അവർക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു ബോർഡർലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരവസ്ഥയുണ്ട്. വൈകാരികമായ അസന്തുലിതാവസ്ഥ ശക്തമായിട്ടുള്ളൊരവസ്ഥ. എല്ലാവർക്കും ഉള്ള മൂഡ് സ്വിങ്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് കുറച്ച് ഹെവി ആയിരിക്കും. ഇവർക്ക് ഒരാൾ അവരോട് വഴക്ക് പറയുന്നതോ, അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അവരെ റിജക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്നൊരവസ്ഥ, ഈ മറ്റവർക്ക് പിണങ്ങിയിരിക്കുന്ന അവസ്ഥ നമ്മൾ വ്യത്യാസമുണ്ട്. ഇവർക്കത് എൻറ്റയർ ലോകം അവർക്കെതിരെ വരുന്ന പോലെയോ ഒരു അതിശക്തമായൊരു ആറ്റം ബോംബ് അവരുടെ ഹൃദയത്തിൽ പൊട്ടിക്കുന്ന പോലത്തെ രീതിയിലുള്ള വളരെ സിവിയർ ആയിട്ടുള്ള പെയിനായിട്ട് വരും. ഇവർ സെൽഫ് ഹാമിങ്ങിലേക്കൊക്കെ പോകും, തലകൊണ്ടേ ഭിത്തിക്കിടിക്കും. ഒരു വേള അവർക്ക് തോന്നും എന്തിനാണ് ഈ ലോകം, ജീവിക്കേണ്ട എന്നൊക്കെ തോന്നും. ഇതെല്ലാം കോഗ്നിറ്റീവ് പറ്റിക്കലാണ്, തലച്ചോറ് പറ്റിക്കലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളായിക്കോട്ടെ, ഇങ്ങനെയുള്ള വ്യക്തിത്വത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, അവർ ആ ഒരു വേളയിൽ ജീവിക്കേണ്ടെന്ന് തോന്നുന്നൊരു വേളയിൽ ചില ശ്രമങ്ങൾ നടത്തി നോക്കുമ്പോൾ വിജയിച്ചു പോയാൽ അവർ മരിച്ചുപോയി. ആരൊക്കെയോ പുറകിൽ വിളിച്ചതോ, കയറ് കെട്ടിയത് പൊട്ടിപ്പോയതോ, അല്ലെങ്കിൽ ഏതോ ഒരു കോൾ വന്നു ഇമ്മീഡിയറ്റ് ആയിട്ടൊക്കെ ആ ഒരു മൊമെൻ്റ് അങ്ങ് അതിജീവിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ മരിക്കണം, ജീവിക്കേണ്ട എന്ന തോന്നൽ പൂർണ്ണമായിട്ട് ഡിപ്രഷനിൽ നിന്ന് മാത്രം വരുന്നതല്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടും വരാം. ആ മൊമെൻറ്റിൽ നിന്ന് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ആരെങ്കിലും ഉള്ള സ്ഥലത്തേക്ക് ഓടുക. ഇപ്പോൾ രാത്രി 12 മണിക്ക് 2 മണിക്കൊക്കെ ആണെങ്കിൽ അടുത്ത മുറിയിൽ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓടുക, അവരുടെ കൂടെ പോയി വെറുതെ ഇരിക്കുക. എന്ത് പറ്റി മോളെ, എന്ത് പറ്റി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നാൽ മതി. ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിലും ആ മുറിയിൽ നിന്ന് മാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനകത്തൂടെ തന്നെ ആയിക്കോട്ടെ, ഹോസ്റ്റലിനകത്തൂടെ തന്നെ ആയിക്കോട്ടെ, സ്റ്റെപ്പുകളിലൂടെ ഒന്ന് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുക. ഏതെങ്കിലും ഒരു അടുത്ത ഫ്രണ്ടിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കുക. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേന എടുത്തിട്ട് നമ്മൾ പേപ്പറിൽ കുത്തി വരച്ചാൽ പോലും നമ്മുടെ ബ്രെയിനിൽ ഒരു ചെറിയ ചേഞ്ചസ് വരും. കാരണം പ്രത്യേകമൊരവസ്ഥയിലേക്ക് മൂവ് ചെയ്യപ്പെടുന്ന ഒരു തലമാണ് വരിക. അതായത് ആ മൊമെൻ്റ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ നഷ്ടപ്പെട്ടു പോയ പല ജീവിതങ്ങളും യഥാർത്ഥത്തിൽ നഷ്ടപ്പെടില്ലായിരുന്നു. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, എപ്പോഴായിരിക്കും നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടത്? നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഒരു വ്യക്തിനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്? അവർക്ക് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക? നമുക്കിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കുന്നൊരവസ്ഥ എന്താണെന്ന് ആളുകൾക്കറിയാം. എപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നതിനകത്ത് 2-3 തലങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സിംഗറാണ്, ആക്ടറാണ്, ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോലിയും കാര്യങ്ങളും എന്തു തന്നെ ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെനിക്ക് പഴയ പോലെ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പല അസ്വസ്ഥതകൾ എൻ്റെ മനസ്സിലൂടെ കയറി ഇറങ്ങി വരുന്നു പോകുന്നു. എനിക്കതിൻ്റെ കാരണവും വ്യക്തമല്ല. ഇനി കാരണം വ്യക്തമാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചിലപ്പോൾ ചിലരോട് സംസാരിച്ച് തീർക്കേണ്ടതായിരിക്കാം. നമ്മളിങ്ങനെയാണല്ലോ ലൈഫിൽ പോകുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ സംസാരിച്ചിട്ടും ഞാൻ സെറ്റിൽഡ് ആവുന്നില്ല, ഞാൻ ഓക്കെ ആവുന്നില്ല. ഒരു ദിവസം കഴിയുന്ന ഒരു അസ്വസ്ഥത കൂടി വരികയാണ്. ഉറക്കത്തെ ബാധിച്ചു തുടങ്ങി, വിശപ്പിനെയൊക്കെ ബാധിച്ചു തുടങ്ങി. ഒട്ടും ഞാൻ ഹാപ്പി അല്ലാണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ എന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഇങ്ങനെയൊക്കെ ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ ഈ അവസ്ഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോക്കിംഗ് ക്യൂർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സംസാരത്തിൽ തന്നെയുള്ള പരിഹാരം. ടോക്ക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞാണല്ലോ ബേസിക്കലി കൗൺസിൽ. ലിസണിങ് തെറാപ്പിയാണ്, കേൾക്കുകയും പരിഹാരം കൊടുക്കുകയും ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമുക്ക് നമ്മുടെ ആ സന്തോഷകരമായ അവസ്ഥയ്ക്ക് ഭംഗം വരുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും അർഹരാണ്
ഒരു സെഷനെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലറെയോ ആരെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കാണാനായിട്ട് എലിജിബിളാണ്. ആ കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, കാലിക്കറ്റിൽ നിന്ന് എനിക്കൊരു കൺസൾട്ടേഷൻ വന്നു. അവർ വർഷങ്ങളായിട്ട് അവരുടെ മാനസിക പ്രശ്നം കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെൻ്റലിസ്റ്റുമായിട്ടാണ്. അപ്പോഴാണ് ഞാനിത് ഞെട്ടിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഈ മെൻ്റലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടി. ആ മെൻ്റലിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിനേക്കാൾ കൂടിയ ഒരാളാണ്, മാനസിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സൗകര്യമാണ് മെൻ്റലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റോ കണ്ണൂർ എവിടെയാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സർവീസ് തുടരുന്നുണ്ടെന്നാണ് എനിക്കറിയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം സങ്കടം തോന്നിയത്, സാധാരണ സ്ത്രീകൾക്ക്, സാധാരണ കുടുംബങ്ങൾക്ക് മെൻ്റലിസ്റ്റ് മജീഷ്യനാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾ മെൻ്റലിസ്റ്റ് തുടങ്ങിയ കാലങ്ങളൊക്കെ ആയിട്ട് ആരൊക്കെയോ ഇത്തരത്തിലുള്ള സർവീസുകളെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മെഡിറ്റേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഡിപ്രഷൻ മാറാനും സ്കിസോഫ്രീനിയ മാറാനും. കൊച്ചിയിലൊക്കെ എവിടെയൊക്കെയോ ഞാൻ ബോർഡുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ മാറില്ല. അതിന് പ്രോപ്പറായ രീതിയിലേക്ക് മരുന്നും വേണം, യഥാർത്ഥത്തിൽ സൈക്കോതെറാപ്പി ഡീപ്പായിട്ട് നമുക്ക് കൊടുക്കണം, CBT അടക്കമുള്ളതെല്ലാം വേണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റും ഒക്കെ ചേർന്നുള്ള രീതിയിലേക്ക്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ചേർന്നുള്ളൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടത്. നമുക്ക് വ്യത്യസ്തമായ സൈക്കോളജിസ്റ്റുകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴാണെങ്കിലും അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് വരുന്നു, എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളെയും എൻ്റെ കാര്യങ്ങളെ ഇത് ബാധിക്കുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ അസ്വസ്ഥതാഭരിതമാകുമെങ്കിൽ എനിക്കിത് റിലീസ് ചെയ്യാൻ, കംഫർട്ടബിൾ ആക്കാൻ തീർച്ചയായിട്ടും വാതിലുകൾ തുറന്നാണ് ഇരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പണിയില്ലാത്തവർക്ക് വരുന്ന രോഗമല്ല ഡിപ്രഷൻ. ഇതുപോലെ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് അസുഖങ്ങളെ പറ്റിയിട്ട് നമ്മളോട് സംസാരിച്ചു. ശരിക്കും ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഘട്ടം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു.